ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കഥ അകാലനര, തുടർച്ചയായുള്ള മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ വരണ്ടതും ജീവനില്ലാത്തതുമായ മുടി തുടങ്ങിയ നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തുലിതാവസ്ഥയും ആത്മവിശ്വാസവും കൊണ്ടുവരികയും ചെയ്യും. ആയുർവേദത്തിന്റെ പ്രാചീന ജ്ഞാനത്തിൽ നിന്നും ശ്രീബുദ്ധന്റെ ദർശനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ കഥ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ ഏതൊരു വെല്ലുവിളിയെയും നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് മുടിയുടെ പ്രശ്നങ്ങൾ ശാരീരികം മാത്രമല്ല, മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുന്നുണ്ട്. നമ്മുടെ മുടി ദുർബലമാകുന്നതും നരയ്ക്കുന്നതും കൊഴിയുന്നതും കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാകുന്നു. എന്നാൽ വിഷമിക്കേണ്ട, പ്രകൃതിയും ബുദ്ധന്റെ ദർശനങ്ങളും നമുക്ക് വഴി കാണിക്കുന്നു. ആയുർവേദ മാർഗങ്ങൾ, പ്രകൃതിദത്തമായ ജീവിതശൈലി, ബുദ്ധന്റെ തത്വങ്ങൾ എന്നിവ സ്വീകരിച്ച് എങ്ങനെ നിങ്ങളുടെ മുടി വീണ്ടും കറുപ്പും ഇടതൂർന്നതും തിളക്കമുള്ളതുമാക്കാം എന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയും. വീഡിയോ ആരംഭിക്കുന്നതിനു മുമ്പ് ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഓരോ പുതിയ കഥയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രചോദനാത്മകവും വിജ്ഞാനപ്രദവുമായ ഈ കഥ നമുക്ക് തുടങ്ങാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിമാലയത്തിന്റെ പച്ചപ്പണിഞ്ഞ താഴ്വരകളിൽ ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ഈ ഗ്രാമത്തിന്റെ ഒത്ത നടുവിലായി ഒരു പുരാതന ആശ്രമമുണ്ടായിരുന്നു. അവിടെയാണ് ഗുരുസംബോധി ജീവിച്ചിരുന്നത്. ഗുരുസംബോധി ആയുർവേദത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തി അറിവിനേക്കാളുപരി അദ്ദേഹത്തിന്റെ കാരുണ്യത്തിലും ലാളിത്യത്തിലുമായിരുന്നു. ആളുകൾ ദൂരദേശങ്ങളിൽ നിന്നുപോലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിരുന്നു. ചിലർ തങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾക്കും മറ്റു ചിലർ മനസ്സിലെ കുഴപ്പങ്ങൾ പരിഹരിക്കാനുമായിരുന്നു വന്നിരുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പ്രകൃതിയിൽ മറഞ്ഞിരിപ്പുണ്ടെന്നും മനസ്സിനെ ശാന്തമാക്കി പ്രകൃതി നിയമങ്ങൾ പാലിച്ചാൽ പരിഹരിക്കാനാവാത്തതായി ഒന്നുമില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദിവസം ആശ്രമത്തിൽ ഒരു യുവാവെത്തി. അവന്റെ പേര് ആരവ് എന്നായിരുന്നു. ആരവിന് വെറും 24 വയസ്സു മാത്രമായിരുന്നു പ്രായം. എന്നാൽ അവന്റെ മുഖത്ത് സങ്കടത്തിന്റെയും നിരാശയുടെയും വലിയൊരു നിഴലുണ്ടായിരുന്നു. അവൻ ഗുരുവിന്റെ മുന്നിൽ കൈകൂപ്പി തലകുനിച്ചു പറഞ്ഞു, "ഗുരുവേ, ഞാൻ എന്റെ ജീവിതത്തോട് തോറ്റിരിക്കുകയാണ്. എനിക്ക് ഇത്രയും ചെറിയ പ്രായമേയുള്ളൂ. പക്ഷേ എന്റെ മുടിയെല്ലാം നരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോ തവണ ചീകുമ്പോഴും എന്റെ കൈ നിറയെ മുടിയാണ് പോരുന്നത്. എന്റെ മുടിയെല്ലാം വരണ്ട് ജീവനില്ലാത്തതായി മാറി. കണ്ണാടിയിൽ എന്റെ മുഖം നോക്കാൻ തന്നെ എനിക്ക് ഭയമാണ്. വിപണിയിൽ കിട്ടുന്ന എല്ലാ എണ്ണകളും ഷാംപൂവുകളും മരുന്നുകളും ഞാൻ പരീക്ഷിച്ചു. എന്റെ പണവും സമയവുമെല്ലാം ഞാൻ ഇതിനായി ചെലവാക്കി. പക്ഷേ യാതൊരു ഫലവുമില്ല. ഇനി എന്റെ മുടി ശരിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവായി എന്നെ സഹായിക്കൂ. ഗുരുവേ, എനിക്ക് വഴി കാട്ടിത്തരിക." ഗുരുസംബോധി ആരവിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാരുണ്യവും മുഖത്ത് നേരിയ പുഞ്ചിരിയുമുണ്ടായിരുന്നു. അദ്ദേഹം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, "മകനേ, നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നീ ഒറ്റയ്ക്കല്ല. ലക്ഷക്കണക്കിന് ആളുകൾ മുടിയുടെ ഇത്തരം പ്രശ്നങ്ങളുമായി പൊരുതുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഒരു ശാപമല്ല. നിന്റെ ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു എന്ന പ്രകൃതിയുടെ ഒരു സന്ദേശമാണിത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആയുർവേദവും ബുദ്ധന്റെ ദർശനങ്ങളും നിനക്ക് വഴികാട്ടിത്തരും. എന്നാൽ പരിഹാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിന്റെ മുടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണമറിയാതെയുള്ള ഏത് പരിഹാരവും അപൂർണമാണ്." ആരവ് ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും ഗുരുവിനെ നോക്കി ചോദിച്ചു, "ഗുരുവേ, ദയവായി എനിക്ക് പറഞ്ഞുതരൂ. എന്റെ മുടിക്ക് ഈ അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയും ചെറുപ്പമല്ലേ?" ഗുരു ദീർഘമായി ശ്വാസമെടുത്തു പറഞ്ഞു, "മകനെ, നമ്മുടെ ശരീരം, മനസ്സ്, വ്യവസ്ഥകൾ, ആത്മാവ് എന്നിവ പരസ്പരം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഏതിലെങ്കിലും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ മുഴുവൻ അസ്തിത്വത്തെയും ബാധിക്കുന്നു. ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ 3 ദോഷങ്ങളുണ്ടെന്നാണ്: വാതം, പിത്തം, കഫം. ഈ 3 ദോഷങ്ങളും സന്തുലിതമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ആരോഗ്യകരവും മനസ്സ് ശാന്തവുമായിരിക്കും. എന്നാൽ ഇതിൽ ഏതെങ്കിലും ദോഷം വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുകയായി. മുടിയുടെ അകാലനര, കൊഴിച്ചിൽ, വരൾച്ച എന്നിവയെല്ലാം കൂടുതലായും ഉണ്ടാകുന്നത് പിത്തദോഷത്തിന്റെ അസന്തുലിതാവസ്ഥ കാരണമാണ്. ഈ അസന്തുലിതാവസ്ഥ നമ്മുടെ ഭക്ഷണക്രമം, ജീവിതശൈലി, മാനസികാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ കാരണങ്ങൾ ഓരോന്നായി മനസ്സിലാക്കാം. ഗുരുസംബോധി ആരവിനോട് ഒരു മരത്തിന് താഴെയിരിക്കാൻ ആംഗ്യം കാണിച്ചു. ചുറ്റും പച്ചപ്പായിരുന്നു. ഇളം കാറ്റിലെ ഇലകളുടെ മർമ്മരം മനസ്സിന് ശാന്തത നൽകി. ഗുരു തന്റെ സംസാരം തുടർന്നു, "മകനെ, മുടിയുടെ പ്രശ്നങ്ങൾ വെറുമൊരു ബാഹ്യപ്രശ്നമല്ല. ഇത് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ അസന്തുലിതാവസ്ഥയുടെ ഫലമാണ്. എല്ലാം കാരണങ്ങളുടെയും ഫലങ്ങളുടെയും കളിയാണെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നിന്റെ മുടിയുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണമൊന്ന്, അസന്തുലിതവും പ്രകൃതിവിരുദ്ധവുമായ ഭക്ഷണക്രമം. ഏറ്റവും ആദ്യത്തെയും വലിയതുമായ കാരണം നമ്മുടെ ഭക്ഷണക്രമമാണ്. ആയുർവേദം പറയുന്നത് ആഹാരം ജീവനസ്യ ആധാരമെന്നാണ്. ആഹാരമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം.
ഇന്നത്തെ കാലത്ത് ആളുകൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധവും സാത്വികവുമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുറത്തുനിന്നുള്ള വറുത്തതും പൊരിച്ചതും മസാല നിറഞ്ഞതും പ്രോസസ് ചെയ്തതുമായ ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. പിസ്സ, ബർഗർ, ചിപ്സ്, നൂഡിൽസ്, ശീതളപാനീയങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ശരീരത്തിൽ പിത്തദോഷം വർദ്ധിപ്പിക്കുന്നു. ഇവയിൽ പോഷകങ്ങളല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന രാസവസ്തുക്കളും അനാരോഗ്യകരമായ കൊഴുപ്പും പഞ്ചസാരയുമാണുള്ളത്. നമ്മുടെ മുടി ആരോഗ്യത്തോടെയും കറുപ്പോടെയും ഇരിക്കാൻ നിരവധി പോഷകങ്ങൾ ആവശ്യമാണ്. പ്രോട്ടീൻ, വിറ്റാമിനുകൾ, പ്രത്യേകിച്ച് വിറ്റാമിൻ ഇ, ബി, സി, പിന്നെ ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ നമ്മുടെ മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഈ ഘടകങ്ങൾ ഇല്ലാതാകുമ്പോൾ മുടി ദുർബലമാകുന്നു. അകാലത്തിൽ നരയ്ക്കാനും വേരോടെ കൊഴിയാനും തുടങ്ങുന്നു. ബുദ്ധന്റെ ദർശനങ്ങൾ നമ്മെ ലാളിത്യവും സന്തുലിതാവസ്ഥയുമാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, മധ്യമാർഗം സ്വീകരിക്കുക, അധികം കഴിക്കാതിരിക്കുക, തീരെ കുറവായും കഴിക്കാതിരിക്കുക. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുവൻ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, നട്ട്സ് എന്നിവ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായതെല്ലാം നൽകുന്നു. ദിവസവും ഒരു പാത്രം പച്ചക്കറികൾ, ഒരു പീട്ടി ബദാം, ഒരു പഴം എന്നിവ കഴിച്ചാൽ നിന്റെ ശരീരത്തിൽ പോഷകങ്ങളുടെ കുറവുണ്ടാകില്ല. ഇതിനു പുറമെ മുടിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ചില പ്രത്യേക ആയുർവേദ ഔഷധസസ്യങ്ങളുമുണ്ട്. നെല്ലിക്ക, ബ്രാഹ്മി, അശ്വഗന്ധ ഇവ മൂന്നും പിത്തദോഷം ശമിപ്പിക്കുകയും മുടിക്ക് പോഷണം നൽകുകയും ചെയ്യുന്നു. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളമുണ്ട്. ഇത് മുടിയെ കറുപ്പും തിളക്കവുമുള്ളതാക്കുന്നു. ബ്രാഹ്മി തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. അശ്വഗന്ധ ശരീരത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവയുടെ പതിവായ ഉപയോഗം നിന്റെ മുടിയുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. കാരണം 2, മലിനീകരണവും മുടിയുടെ തെറ്റായ പരിചരണവും. രണ്ടാമത്തെ വലിയ കാരണം മലിനീകരണവും മുടിയെ ശരിയായി പരിചരിക്കാത്തതുമാണ്. ഇന്നത്തെ ലോകത്ത് വായുവും വെള്ളവും മണ്ണുമെല്ലാം മലിനമാണ്. നീ പുറത്തു പോകുമ്പോൾ പൊടിയും പുകയും രാസവസ്തുക്കളും നിന്റെ മുടിയിലും തലയോട്ടിയിലും അടിഞ്ഞുകൂടുന്നു. ഈ അഴുക്ക് മുടിയുടെ വേരുകളെ ദുർബലമാക്കുന്നു, തലയോട്ടി വരണ്ടതാക്കുകയും താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അഴുക്ക് ദീർഘകാലം തലയോട്ടിയിൽ തങ്ങിനിന്നാൽ ബാക്ടീരിയകളും ഫംഗസുകളും ഉണ്ടാകുന്നു. ഇത് ചൊറിച്ചിലിനും പുകച്ചിലിനും മുടികൊഴിച്ചിലിനും കാരണമാകുന്നു. ഇതിനു പുറമെ ആളുകൾ തങ്ങളുടെ മുടി ശരിയായ രീതിയിൽ വൃത്തിയാക്കുന്നില്ല. ചിലർ ആഴ്ചയിലൊരിക്കൽ മുടി കഴുകുമ്പോൾ മറ്റു ചിലർ എല്ലാ ദിവസവും രാസവസ്തുക്കളടങ്ങിയ ഷാംപൂവും ചൂടുവെള്ളവും ഉപയോഗിക്കുന്നു. രണ്ടും തെറ്റാണ്. ചൂടുവെള്ളം മുടിയുടെ സുഷിരങ്ങൾ തുറക്കുന്നു. ഇത് തലയോട്ടി വരണ്ടതാക്കാനും മുടിയുടെ വേരുകൾ ദുർബലമാകാനും കാരണമാകുന്നു. വിപണിയിൽ ഹെർബൽ എന്ന പേരിൽ വിൽക്കുന്ന കെമിക്കൽ ഷാംപൂകൾ മുടിയുടെ സ്വാഭാവിക എണ്ണമയം ഇല്ലാതാക്കുന്നു. ഇതുവഴി മുടി വരണ്ടതും ജീവനില്ലാത്തതും ദുർബലവുമായി മാറുന്നു. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടുവേണം മുടി വൃത്തിയാക്കാൻ എന്ന് ആയുർവേദം പറയുന്നു. റീത്ത, ഷിക്കാക്കായ്, നെല്ലിക്ക തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ മുടി വൃത്തിയാക്കുന്നു, തിളക്കം നൽകുകയും വേരുകൾ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ബുദ്ധന്റെ ദർശനങ്ങളും ഇതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രകൃതിയോടൊപ്പം നിൽക്കുക, അതിനെ ബഹുമാനിക്കുക. നീ മുടി മൂടിവെക്കുകയും പ്രകൃതിദത്തമായ രീതിയിൽ പരിചരിക്കുകയും ചെയ്താൽ മലിനീകരണത്തിന്റെ സ്വാധീനം കുറയും. കാരണം 3, മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും. മൂന്നാമത്തെ കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയുമാണ്. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിലെ എല്ലാവരും സമ്മർദ്ദത്തിലാണ്. ചെറിയ കുട്ടികൾ പോലും പഠനത്തിന്റെയും മത്സരത്തിന്റെയും സമ്മർദ്ദത്തിലാണ്. സമ്മർദ്ദം നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ വർദ്ധിപ്പിക്കുന്നു. ഇത് മുടിയുടെ വേരുകളെ നശിപ്പിക്കുന്നു. ഈ ഹോർമോൺ രക്തയോട്ടത്തെയും ബാധിക്കുന്നു. അതിനാൽ മുടിക്ക് ആവശ്യമായ പോഷണം ലഭിക്കുന്നില്ല. ഉറക്കക്കുറവും മുടിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. പൂർണ്ണമായ ഉറക്കം ലഭിക്കാത്തപ്പോൾ നിന്റെ ശരീരത്തിന് സ്വയം നന്നാക്കാൻ കഴിയില്ല. രാത്രിയിലെ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരം വിഷാംശങ്ങളെ പുറന്തള്ളുകയും കോശങ്ങൾക്ക് പോഷണം നൽകുകയും ചെയ്യുന്നത്. നീ രാത്രി വൈകി ഉറങ്ങുകയോ 6 മണിക്കൂറിൽ താഴെ മാത്രം ഉറങ്ങുകയോ ചെയ്താൽ നിന്റെ മുടിയുടെ വേരുകൾ ദുർബലമാവുകയും അവ അകാലത്തിൽ നരയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. മനസ്സിന്റെ ശാന്തിയാണ് യഥാർത്ഥ സന്തോഷമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. സമ്മർദ്ദത്തിൽ നിന്നും ഉറക്കമില്ലായ്മയിൽ നിന്നും രക്ഷ നേടാൻ നീ നിന്റെ മനസ്സിനെ ശാന്തമാക്കണം. ദിവസവും 10 മുതൽ 15 മിനിറ്റ് വരെ ധ്യാനിക്കുക. ദീർഘമായി ശ്വാസമെടുത്ത് നിന്റെ ചിന്തകളെ ശാന്തമാക്കുക. രാത്രി 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം നേടുക. ഇത് നിന്റെ മുടിക്ക് മാത്രമല്ല, നിന്റെ മുഴുവൻ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകും. കാരണം 4, തെറ്റായ കേശസംരക്ഷണ രീതികളും രാസവസ്തുക്കളുടെ ഉപയോഗവും. നാലാമത്തെ കാരണം തെറ്റായ കേശസംരക്ഷണ രീതികളും രാസവസ്തുക്കളുടെ ഉപയോഗവുമാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ മുടി സ്റ്റൈൽ ചെയ്യാൻ പലതരം ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. പോണിഡയിൽ അല്ലെങ്കിൽ ബൺ പോലുള്ള ഇറുകിയ ഹെയർ സ്റ്റൈലുകൾ മുടിയുടെ വേരുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് അവയെ ദുർബലമാക്കി പൊട്ടിപ്പോകാൻ കാരണമാകുന്നു. ബ്ലോ ഡ്രയർ, സ്ട്രൈറ്റ്നർ, കർലർ തുടങ്ങിയ ചൂടുള്ള ഉപകരണങ്ങൾ മുടിയെ കത്തിച്ചുകളയുന്നു. ഇത് അവയെ വരണ്ടതും ജീവനില്ലാത്തതുമാക്കുന്നു.
കൂടാതെ മുടിക്ക് നിറം നൽകാൻ ആളുകൾ കെമിക്കൽ ഡൈ, ജെൽ, സ്പ്രേ എന്നിവ ഉപയോഗിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ താൽക്കാലിക സൗന്ദര്യം നൽകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അവ മുടിയെ നശിപ്പിക്കുന്നു. കെമിക്കൽ ഡൈകൾ തലയോട്ടി വരണ്ടതാക്കുകയും മുടിയുടെ സ്വാഭാവിക തിളക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഇവയുടെ ഉപയോഗം അലർജിക്കും തലയോട്ടിയിലെ അണുബാധയ്ക്കും കാരണമാകുന്നു. മുടിയുടെ പരിചരണം സൗമ്യവും പ്രകൃതിദത്തവുമായ രീതിയിലായിരിക്കണമെന്ന് ആയുർവേദം പറയുന്നു. നീ നിന്റെ മുടി വല്ലാതെ വലിച്ചുകെട്ടുകയോ രാസവസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്താൽ നീ പ്രകൃതിക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ലാളിത്യം സ്വീകരിക്കണമെന്ന് ബുദ്ധന്റെ ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിദത്തമായ എണ്ണകൾ, ഔഷധസസ്യങ്ങൾ, മൃദുവായ മസാജ് എന്നിവയാണ് മുടിയുടെ യഥാർത്ഥ പരിചരണം. കാരണം 5. ജീവിതശൈലിയിലെ അസന്തുലിതാവസ്ഥ. അവസാനത്തെ കാരണം നമ്മുടെ അസന്തുലിതമായ ജീവിതശൈലിയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ പ്രകൃതിയുമായി അകന്നിരിക്കുന്നു. നമ്മൾ രാവിലെ വൈകി എഴുന്നേൽക്കുന്നു, ദിവസം മുഴുവൻ സ്ക്രീനിനു മുന്നിലിരിക്കുന്നു, രാത്രി വൈകുവോളം ഉണർന്നിരിക്കുന്നു. നമ്മുടെ ദിനചര്യ പ്രകൃതിയുടെ ചക്രങ്ങൾക്കും സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും വിരുദ്ധമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ആയുർവേദം പറയുന്നു. നമ്മൾ ഈ താളം തെറ്റിക്കുമ്പോൾ ശരീരത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കാതിരിക്കുന്നതും വ്യായാമം ചെയ്യാതിരിക്കുന്നതും നമ്മുടെ രക്തയോട്ടം കുറയ്ക്കുന്നു. ഇതുമൂലം മുടിയുടെ വേരുകളിലേക്ക് പോഷണമെത്തുന്നില്ല. ദിവസം മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം കുറയ്ക്കുന്നു. ഇതുവഴി വിഷാംശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. രാത്രി വൈകി ഉണർന്നിരിക്കുന്നത് നമ്മുടെ ഉറക്കത്തെയും ഹോർമോൺ സന്തുലിതാവസ്ഥയെയും തകിടം മറിക്കുന്നു. ഇതെല്ലാം കൂടി നമ്മുടെ മുടിയെ ദുർബലമാക്കുന്നു. സന്തുലിതാവസ്ഥയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ജീവിതശൈലിയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, യോഗ ചെയ്യുക, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, രാത്രി നേരത്തെ ഉറങ്ങുക എന്നിവ ചെയ്താൽ നിന്റെ ശരീരവും മുടിയും ആരോഗ്യത്തോടെയിരിക്കും. ഗുരുസംബോധി ആരവിനോട് പറഞ്ഞു, മകനെ, ഇപ്പോൾ നിനക്ക് മുടിയുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ മനസ്സിലായല്ലോ. ഈ പ്രശ്നങ്ങൾ ശാശ്വതമായ ഒരു രോഗമല്ല. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്ദേശമാണിത്. ക്ഷമയോടെയും വിശ്വാസത്തോടെയും പിന്തുടർന്നാൽ പ്രകൃതിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ടെന്ന് ആയുർവേദവും ബുദ്ധന്റെ ദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഞാൻ നിനക്ക് 5 നിയമങ്ങൾ പറഞ്ഞുതരാം. നീ ഈ നിയമങ്ങൾ 30 ദിവസത്തേക്ക് പൂർണ്ണനിഷ്ഠയോടെ പാലിക്കുകയാണെങ്കിൽ നിന്റെ മുടി കറുപ്പും ഇടതൂർന്നതും തിളക്കമുള്ളതുമായി മാറുക മാത്രമല്ല, നിന്റെ മനസ്സ് ശാന്തവും ആത്മവിശ്വാസം നിറഞ്ഞതുമാവുകയും ചെയ്യും. നിയമം 1. സന്തുലിതവും പ്രകൃതിദത്തവുമായ ഭക്ഷണക്രമം. ആദ്യത്തെ നിയമം നിന്റെ ഭക്ഷണക്രമത്തെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്നതാണ്. ശരീരത്തിനും മുടിക്കും പോഷണം നൽകുന്ന ഭക്ഷണമാണ് നീ കഴിക്കേണ്ടത്. നമ്മുടെ ആഹാരം സാത്വികവും ശുദ്ധവും പോഷകപ്രദവുമായിരിക്കണമെന്ന് ആയുർവേദം പറയുന്നു. നിന്റെ ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുവൻ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, നട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുക. ഇത് നിന്റെ ശരീരത്തിലെ പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽ എന്നിവയുടെ കുറവ് പരിഹരിക്കും. പ്രത്യേകിച്ചും നെല്ലിക്ക, ബ്രാഹ്മി, അശ്വഗന്ധ എന്നീ 3 ആയുർവേദ ഔഷധസസ്യങ്ങൾ പതിവായി കഴിക്കണം. നെല്ലിക്ക, ഇത് വിറ്റാമിൻ സിയുടെ കലവറയാണ്. നെല്ലിക്ക പിത്തദോഷം ശമിപ്പിക്കുന്നു, മുടിയെ കറുപ്പും തിളക്കവുമുള്ളതാക്കുന്നു, വേരുകളെ ബലപ്പെടുത്തുന്നു. 1 സ്പൂൺ നെല്ലിക്കപ്പൊടി ഇളം ചൂടുവെള്ളത്തിലോ തേനിലോ കലർത്തി രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. പുതിയ നെല്ലിക്ക ലഭിക്കുകയാണെങ്കിൽ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബ്രാഹ്മി, ഈ ഔഷധസസ്യം മനസ്സിനെ ശാന്തമാക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. 1 സ്പൂൺ ബ്രാഹ്മിപ്പൊടി തേനോ പാലോ ചേർത്ത് ദിവസത്തിലൊരിക്കൽ കഴിക്കുക. അശ്വഗന്ധ, ഇത് ശരീരത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു, ഉറക്കം മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. രാത്രി 1 സ്പൂൺ അശ്വഗന്ധപ്പൊടി ഇളം ചൂടുള്ള പാലിനൊപ്പം കഴിക്കാം. ഇതിനു പുറമെ ഈ കാര്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികൾ, ചീര, ഉലുവയില, ബ്രൊക്കോളി എന്നിവയിൽ ഇരുമ്പും വിറ്റാമിൻ എയും അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുന്നു. പഴങ്ങൾ, ഓറഞ്ച്, പേരയ്ക്ക, പപ്പായ എന്നിവ വിറ്റാമിൻ സിയാലും ആന്റിഓക്സിഡന്റുകളാലും സമ്പുഷ്ടമാണ്. നട്ട്സും വിത്തുകളും, ബദാം, വാൽനട്ട്, ചണവിത്ത്, ചിയവിത്തുകൾ എന്നിവയിൽ ഒമേഗ 3യും വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിക്ക് തിളക്കം നൽകുന്നു. പയർവർഗ്ഗങ്ങളും മുളപ്പിച്ച ധാന്യങ്ങളും, ഇവ പ്രോട്ടീന്റെയും സിങ്കിന്റെയും മികച്ച ഉറവിടമാണ്. നാം എന്ത് കഴിക്കുന്നുവോ അതായിത്തീരും എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധവും സാത്വികവുമായ ഭക്ഷണം കഴിച്ചാൽ ശരീരവും മുടിയും ആരോഗ്യത്തോടെയിരിക്കും. വറുത്തതും പൊരിച്ചതും മസാല നിറഞ്ഞതും പ്രോസസ് ചെയ്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഭക്ഷണം പതുക്കെ ചവച്ചരച്ച് നന്ദിയോടെ കഴിക്കുക. ഇത് ദഹനം മെച്ചപ്പെടുത്തുകയും പോഷകങ്ങൾ മുടിയിലെത്തുകയും ചെയ്യും. നിയമം 2. പ്രകൃതിദത്തമായ ഹെയർ വാഷും തലയോട്ടി പരിചരണവും. രണ്ടാമത്തെ നിയമം പ്രകൃതിദത്തമായ രീതിയിൽ മുടി കഴുകുകയും തലയോട്ടി ശരിയായി പരിചരിക്കുകയും ചെയ്യുക എന്നതാണ്. വിപണിയിലെ കെമിക്കൽ ഷാംപൂകളും കണ്ടീഷണറുകളും ഉപേക്ഷിക്കുക. ഇവ മുടിയുടെ സ്വാഭാവിക എണ്ണമയം ഇല്ലാതാക്കുകയും തലയോട്ടി വരണ്ടതാക്കുകയും ചെയ്യുന്നു.
പകരം ആയുർവേദ ഔഷധസസ്യങ്ങൾ ഉപയോഗിച്ച് ഒരു ഹെയർ വാഷ് തയ്യാറാക്കുക. ഇതിനായി 4 കാര്യങ്ങൾ ആവശ്യമാണ്: നെല്ലിക്ക, റീത്ത, ഷിക്കാക്കായ്, ഭൃംഗരാജ്. ഹെയർ വാഷ് തയ്യാറാക്കുന്ന വിധം: നെല്ലിക്ക, റീത്ത, ഷിക്കാക്കായ്, ഭൃംഗരാജ് എന്നിവയുടെ പൊടിത്തുല്യ അളവിൽ കലർത്തുക. ഈ മിശ്രിതം 1 സ്പൂൺ എടുത്ത് രാത്രി മുഴുവൻ 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. രാവിലെ ഈ വെള്ളം 1 ഗ്ലാസ് പാത്രത്തിൽ പകുതിയാകുന്നതുവരെ തിളപ്പിക്കുക. വെള്ളം അരിച്ചെടുത്ത് തണുത്തതിനുശേഷം അതുപയോഗിച്ച് മുടി കഴുകുക. ഈ ഹെയർ വാഷ് നിന്റെ മുടി വൃത്തിയാക്കും, തലയോട്ടിക്ക് പോഷണം നൽകുകയും മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യും. ആഴ്ചയിൽ 2-3 തവണ ഈ ഹെയർ വാഷ് ഉപയോഗിക്കുക. ഇതിലൂടെ നിനക്ക് വേറെ ഷാംപൂവോ കണ്ടീഷണറോ ആവശ്യമായി വരില്ല. ഇതിനു പുറമെ തലയോട്ടി പരിചരണത്തിനായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തണുത്ത വെള്ളത്തിൽ മുടി കഴുകുക. ചൂടുവെള്ളം തലയോട്ടി വരണ്ടതാക്കുകയും മുടിയുടെ വേരുകളെ ദുർബലമാക്കുകയും ചെയ്യുന്നു. എപ്പോഴും സാധാരണ വെള്ളമോ തണുത്ത വെള്ളമോ ഉപയോഗിക്കുക. മൃദുവായി മസാജ് ചെയ്യുക. മുടി കഴുകുമ്പോൾ തലയോട്ടിയിൽ മൃദുവായി മസാജ് ചെയ്യുക. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കും. മുടി സ്വാഭാവികമായി ഉണക്കുക. ബ്ലോ ഡ്രയറിന് പകരം ടവൽ ഉപയോഗിച്ച് മൃദുവായി തുടച്ച് സ്വാഭാവിക കാറ്റിൽ മുടി ഉണങ്ങാൻ അനുവദിക്കുക. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകൃതിദത്ത ഹെയർ വാഷ് നിന്റെ മുടിയെ രാസവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും അവയുടെ സ്വാഭാവിക സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിയമം 3. ആയുർവേദ ഹെയർ ഓയിലും മസാജും. 3ാമത്തെ നിയമം ഒരു പ്രത്യേക ആയുർവേദ എണ്ണയുടെ ഉപയോഗമാണ്. ഈ എണ്ണ നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും നരച്ച മുടി, മുടികൊഴിച്ചിൽ, വരൾച്ച എന്നിവയെ വേരോടെ ഇല്ലാതാക്കും. ഇത് തയ്യാറാക്കാൻ നിനക്ക് 5 കാര്യങ്ങൾ ആവശ്യമാണ്: ശുദ്ധമായ കടുകെണ്ണ 250 മില്ലി. മഞ്ഞ കടുക് ചക്കിലാട്ടിയ എണ്ണ എടുക്കുക. ഇത് തലയോട്ടിക്ക് പോഷണം നൽകുകയും മുടിയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഭൃംഗരാജ് 25 ഗ്രാം. ഇത് മുടിയെ കറുപ്പും ഇടതൂർന്നതും തിളക്കമുള്ളതുമാക്കുന്നു. ജടാമാഞ്ചി 25 ഗ്രാം. ഇത് തലയോട്ടിയെ ശാന്തമാക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുകയും മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഉണക്കനെല്ലിക്ക 30 ഗ്രാം. ഇത് മുടിക്ക് പോഷണം നൽകുകയും അകാലനര തടയുകയും ചെയ്യുന്നു. ഉലുവ 30 ഗ്രാം. ഇത് മുടി നീളമുള്ളതും കറുപ്പും തിളക്കമുള്ളതുമാക്കുന്നു. എണ്ണ തയ്യാറാക്കുന്ന വിധം: 1 ഗ്ലാസ് ജാറിൽ 250 മില്ലി കടുകെണ്ണ ഒഴിക്കുക. ഭൃംഗരാജും ജടാമാഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എണ്ണയിലിടുക. ഉണക്കനെല്ലിക്കയും ഉലുവയും ചെറുതായി ചതച്ച് എണ്ണയിൽ കലർത്തുക. ജാർ നന്നായി അടച്ച് 12 മുതൽ 15 ദിവസം വരെ വെയിലത്ത് വയ്ക്കുക. ശേഷം ഇരുമ്പ് ചട്ടിയിൽ ചെറിയ തീയിൽ ഈ എണ്ണ ചൂടാക്കുക. എണ്ണ തണുക്കാൻ അനുവദിക്കുക. ശേഷം അരിച്ച് 1 ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുക. ഉപയോഗിക്കുന്ന വിധം: എല്ലാ രാത്രിയിലും വിരലുകൾ ഉപയോഗിച്ച് ഈ എണ്ണ തലയോട്ടിയിലും മുടിയുടെ വേരുകളിലും മൃദുവായി മസാജ് ചെയ്യുക. 10 മുതൽ 15 മിനിറ്റ് വരെ മസാജ് ചെയ്ത ശേഷം മുടി പതുക്കെ കെട്ടിവെച്ച് രാത്രി മുഴുവൻ എണ്ണയിരിക്കാൻ അനുവദിക്കുക. രാവിലെ പ്രകൃതിദത്തമായ ഹെയർ വാഷ് ഉപയോഗിച്ച് മുടി കഴുകുക. ഈ എണ്ണ നിന്റെ മുടിക്ക് വേരിൽ നിന്ന് പോഷണം നൽകും, നരച്ച മുടി കറുപ്പിക്കും, കൊഴിച്ചിൽ നിർത്തും, തലയോട്ടിയെ ആരോഗ്യകരമാക്കും. മസാജ് ചെയ്യുമ്പോൾ ശാന്തവും അനുകൂലവുമായ മനസ്സോടെയിരിക്കുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണ പുരട്ടുമ്പോൾ ദീർഘമായി ശ്വാസമെടുക്കുകയും നിന്റെ മുടിക്ക് സ്നേഹവും പരിചരണവും നൽകുകയും ചെയ്യുക. നിയമം 4. യോഗയിലൂടെയും ധ്യാനത്തിലൂടെയുമുള്ള മാനസിക സന്തുലിതാവസ്ഥ. 4ാമത്തെ നിയമം മനസ്സിനെ ശാന്തമാക്കുകയും യോഗയെ ദിനചര്യയുടെ ഭാഗമാക്കുകയും ചെയ്യുക എന്നതാണ്. സമ്മർദ്ദവും മാനസിക അസ്വസ്ഥതകളും മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മനസ്സിന്റെ ശാന്തിയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നീ ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ ധ്യാനിക്കണം. ധ്യാനിക്കാനുള്ള രീതി: ശബ്ദശല്യമില്ലാത്ത ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. നട്ടെല്ല് നിവർത്തിവെച്ച് കണ്ണുകളടയ്ക്കുക. നിന്റെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതുക്കെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. ചിന്തകൾ വരികയാണെങ്കിൽ അവയെ വിലയിരുത്താതെ കടന്നുപോകാൻ അനുവദിക്കുക. 15 മിനിറ്റ് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ധ്യാനം നിന്റെ മനസ്സിനെ ശാന്തമാക്കും, സമ്മർദ്ദം കുറയ്ക്കും, ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കും. ഇതിനു പുറമെ ദിവസവും 20 മുതൽ 30 മിനിറ്റ് വരെ യോഗ ചെയ്യുക. യോഗാസനങ്ങൾ പ്രത്യേകിച്ചും മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. സൂര്യനമസ്കാരം: ഇത് ശരീരമാകെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിക്ക് പോഷണം നൽകുകയും ചെയ്യുന്നു. ശീർഷാസനം: ഇത് തലയിലേക്കുള്ള രക്തയോട്ടം കൂട്ടുന്നു. ഇതുവഴി മുടിയുടെ വേരുകൾ ബലപ്പെടുന്നു. ബാലായാമം: ഈ യോഗാരീതി തലയോട്ടിയെ ഉത്തേജിപ്പിക്കുകയും മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അനുലോം വിലോം: ഈ പ്രാണായാമം സമ്മർദ്ദം കുറയ്ക്കുകയും ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. യോഗയും ധ്യാനവും നിന്റെ ശരീരത്തെയും മനസ്സിനെയും സന്തുലിതമാക്കും. ശരീരവും മനസ്സും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇവയെ ശ്രദ്ധിച്ചാൽ നിന്റെ മുടിയും ആരോഗ്യത്തോടെയും കരുത്തോടെയും ഇരിക്കും. നിയമം 5.
പ്രകൃതിയോട് ഇണങ്ങിയുള്ള സന്തുലിതമായ ജീവിതശൈലി അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം നിന്റെ ജീവിതശൈലിയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ശരീരവും മനസ്സും പ്രകൃതിയുടെ ചക്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ആയുർവേദവും ബുദ്ധന്റെ ദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. നീ ഈ ചക്രം തെറ്റിക്കുകയാണെങ്കിൽ അസന്തുലിതാവസ്ഥയുണ്ടാകും. ജീവിതശൈലി സന്തുലിതമാക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. സൂര്യോദയത്തിനു മുമ്പ് എഴുന്നേൽക്കുക. രാവിലത്തെ ശുദ്ധവായുവും സൂര്യപ്രകാശവും നിന്റെ ശരീരത്തിന് വിറ്റാമിൻ ഡിയും ഊർജ്ജവും നൽകുന്നു. പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക. ദിവസവും 20 മുതൽ 30 മിനിറ്റ് വരെ പാർക്കിൽ നടക്കുക. മരങ്ങളെയും ചെടികളെയും സ്പർശിക്കുക. നഗ്നപാതനായി പുല്ലിലൂടെ നടക്കുക. ഇത് നിന്റെ മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ഡിജിറ്റൽ ഡിറ്റോക്സ്. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും സ്ക്രീനിൽ നിന്ന് അകന്നു നിൽക്കുക. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി എന്നിവയിൽ നിന്നുള്ള നീല വെളിച്ചം നിന്റെ ഉറക്കത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു. രാത്രി നേരത്തെ ഉറങ്ങുക. രാത്രി 10 മണിയോടെ ഉറങ്ങുക. 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള നല്ല ഉറക്കം ശരീരത്തെ നന്നാക്കുകയും മുടിക്ക് പോഷണം നൽകുകയും ചെയ്യുന്നു. ലാളിത്യത്തിലാണ് സന്തോഷമുള്ളതെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആവശ്യങ്ങൾ കുറയ്ക്കുക. പ്രകൃതിയോടടുക്കുക. ഓരോ നിമിഷവും നന്ദിയോടെ ജീവിക്കുക. ഈ ജീവിതശൈലി നിന്റെ മുടിയെ മാത്രമല്ല, നിന്റെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കും. ഗുരുസംബോധി ആരവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനേ, ഈ 5 നിയമങ്ങൾ നിന്റെ ജീവിതത്തിന് പുതിയൊരു ദിശ നൽകും. എന്നാൽ ഓർക്കുക, ആയുർവേദവും ബുദ്ധന്റെ ദർശനങ്ങളും ക്ഷമയും വിശ്വാസവും ആവശ്യപ്പെടുന്നു. പ്രകൃതി തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യില്ല. നീ ഈ നിയമങ്ങൾ 30 ദിവസത്തേക്ക് പൂർണ്ണനിഷ്ഠയോടെ പാലിക്കുകയാണെങ്കിൽ നിന്റെ മുടി കറുപ്പും ഇടതൂർന്നതും തിളക്കമുള്ളതുമായി മാറും. എന്നാൽ അതിലും വലിയ കാര്യം, നിന്റെ മനസ്സ് ശാന്തമാകും. നിന്റെ ആത്മവിശ്വാസം തിരിച്ചുവരും. ആരവ് ഗുരുവിന്റെ വാക്കുകൾ ഹൃദയത്തിലേറ്റുവാങ്ങി. അവൻ അന്നുതന്നെ നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങി. എല്ലാ പ്രഭാതത്തിലും അവൻ നെല്ലിക്ക, ബ്രാഹ്മി, അശ്വഗന്ധ എന്നിവ കഴിച്ചു. അവൻ തന്റെ ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പഴങ്ങൾ, നട്ട്സ് എന്നിവ ഉൾപ്പെടുത്തി. കെമിക്കൽ ഷാംപൂകൾ ഉപേക്ഷിച്ച് നെല്ലിക്ക, റീത്ത, ശിക്കാക്കായ്, ഭൃംഗരാജ് എന്നിവ കൊണ്ടുള്ള ഹെയർ വാഷ് സ്വീകരിച്ചു. എല്ലാ രാത്രിയിലും അവൻ ആയുർവേദ എണ്ണകൊണ്ട് തലയോട്ടി മസാജ് ചെയ്യുകയും രാവിലെ പ്രകൃതിദത്ത ഹെയർ വാഷ് ഉപയോഗിച്ച് മുടി കഴുകുകയും ചെയ്തു. അവൻ ദിവസവും യോഗയും ധ്യാനവും ആരംഭിച്ചു. ഒപ്പം തന്റെ ജീവിതശൈലിയെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ചു. 30 ദിവസങ്ങൾക്ക് ശേഷം ആരവ് കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവന്റെ മുടി കറുപ്പും തിളക്കമുള്ളതുമായി മാറിയിരുന്നു. മുടികൊഴിച്ചിൽ ഏതാണ്ട് നിലച്ചു. തലയോട്ടി ആരോഗ്യകരവും ഈർപ്പമുള്ളതുമായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ മാറ്റം അവന്റെ മുഖത്തായിരുന്നു. ആ സങ്കടവും നിരാശയും അപ്രത്യക്ഷമായി. അതിനു പകരം ആത്മവിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും തിളക്കമുണ്ടായിരുന്നു. ആരവ് വീണ്ടും ആശ്രമത്തിലേക്ക് പോയി. അവൻ ഗുരുസംബോധിയുടെ കാൽക്കൽ വീണു പറഞ്ഞു, ഗുരുവേ, താങ്കൾ എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ എന്റെ മുടിയുടെ പ്രശ്നങ്ങളുമായാണ് വന്നത്. എന്നാൽ താങ്കൾ എനിക്ക് ജീവിക്കാനുള്ള വഴി കാട്ടിത്തന്നു. ഞാൻ എന്റെ മുടിയെ മാത്രമല്ല നന്നാക്കിയത്, എന്റെ മനസ്സിനും സമാധാനം നൽകി. താങ്കളോടുള്ള നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും? ഗുരുസംബോധി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഇതെല്ലാം പ്രകൃതിയുടെയും ബുദ്ധന്റെയും കാരുണ്യമാണ്. നാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം താനേ ലഭിക്കും. ഇനി നീ ഈ അറിവ് മറ്റുള്ളവരിലെത്തിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുക. ആരവ് ഗുരുവിന്റെ വാക്കുകൾ തന്റെ മനസ്സിൽ സൂക്ഷിച്ചു. അവൻ തന്റെ ഗ്രാമത്തിലെ ആളുകളോട് ആയുർവേദത്തെയും ബുദ്ധന്റെ ദർശനങ്ങളെയും കുറിച്ച് പറഞ്ഞു. പതിയെ പതിയെ അവന്റെ ഗ്രാമത്തിലുള്ളവരും ഈ നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങി. അവരുടെ മുടിക്ക് ആരോഗ്യം ലഭിച്ചുവെന്ന് മാത്രമല്ല, അവരുടെ ജീവിതം ശാന്തവും സന്തുലിതവുമായി മാറി. സുഹൃത്തുക്കളെ, പ്രകൃതിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പ്രചോദനാത്മകവും വിജ്ഞാനപ്രദവുമായ ഒരു കഥയായിരുന്നു ഇത്. നിങ്ങളും മുടിയുടെ പ്രശ്നങ്ങളായ അകാലനര, മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ വരണ്ട മുടി എന്നിവയാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ആയുർവേദ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. എന്നാൽ ഓർക്കുക, ക്ഷമയോടെയും വിശ്വാസത്തോടെയും സ്വീകരിച്ചാൽ മാത്രമേ ഇവ ഫലം ചെയ്യുകയുള്ളൂ. ക്ഷമയും സന്തുലിതാവസ്ഥയും നന്ദിയുമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് ബുദ്ധന്റെ ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പാഠവും ഈ കഥ നമുക്ക് നൽകുന്നു. നാം മനസ്സിനെ ശാന്തമാക്കുകയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും സാത്വികമായ ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്താൽ നമ്മുടെ മുടി മാത്രമല്ല, നമ്മുടെ മുഴുവൻ ജീവിതവും മാറും. അതിനാൽ ഇന്നു മുതൽ തന്നെ ഈ 5 നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. സന്തുലിതവും പ്രകൃതിദത്തവുമായ ഭക്ഷണം കഴിക്കുക. പ്രകൃതിദത്തമായ ഹെയർ വാഷും തലയോട്ടി പരിചരണവും സ്വീകരിക്കുക. ആയുർവേദ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. യോഗയും ധ്യാനവും നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. നിങ്ങളുടെ ജീവിതശൈലിയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഓരോ പുതിയ കഥയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും
കുടുംബാംഗങ്ങൾക്കും മുടിയുടെ പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. കമന്റ് ബോക്സിൽ ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക നിങ്ങൾക്ക് ഈ കഥ എങ്ങനെയുണ്ടെന്ന്. നിങ്ങളുടെ മുടിയുടെ സംരക്ഷണത്തിനായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ ആയുർവേദ മാർഗങ്ങൾ പരീക്ഷിക്കുമോ? നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. അത് വായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.